ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഓണമൊക്കെ എങ്ങനെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാട്ടോ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഓണത്തിൻ്റെ ഹാങ് ഓവർ ആയിരുന്നു. പുതിയ വീട്ടിൽ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് ഉത്രാടത്തിൻ്റെ അന്ന് ഉച്ചയ്ക്ക് തന്നെ ആരംഭിച്ച് ഞങ്ങൾ ആഘോഷങ്ങൾ. ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കും ഉള്ള ഫുഡ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ച്. രാത്രി വേറെ കലാപരിപാടികളുണ്ടല്ലോ. അപ്പോൾ ചിക്കൻ മക്ലൂബിയാണ് ഉണ്ടാക്കിയത്. അത് ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഏട്ടനും ഞാനും. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഐ ബട്ടണിൽ മുകളിൽ കൊടുക്കാം, പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കും. ഒന്ന് പോയി ഉണ്ടാക്കി നോക്കണം. അതിൻ്റെ തുറക്കുന്ന പരിപാടിയിലേക്കാണ് മക്കളെയൊക്കെ വിളിച്ച് വരുത്തി. തലേന്ന് ഞങ്ങൾ നോൺ വെജ് ആക്കി. എന്തായാലും തിരുവോണത്തിൻ്റെ അന്ന് സദ്യയല്ലേ. ദേ നമ്മളെ ചിക്കൻ മക്ലൂബ് തുറന്നതും ഇങ്ങനെയായിരുന്നു, പൂക്കളം ഇട്ട പോലെ, ചിക്കനെ കൊണ്ട് പൂക്കളം ഇട്ട പോലെയായിരുന്നു. ഇത് കണ്ടതും മക്കളൊക്കെ ചാടി വീണ്, അതിൽ കമിഴ്ന്ന് വീണെന്നൊക്കെ പറയാമല്ലോ. അതിൽ നിന്ന് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയെടുക്കാൻ തുടങ്ങി. പിന്നെ എല്ലാത്തിനും ഞങ്ങൾ ഓടിച്ചു വിട്ടു. മതി മതി, രാത്രിത്തേക്കും കൂടെ ഉള്ള ഫുഡല്ലേ, ഇപ്പോൾ കൊണ്ടുപോകണ്ട, ഞങ്ങൾ ചോറൊക്കെ ഇപ്പോൾ വിളമ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നിനും ഓടിച്ചു വിട്ടു. അങ്ങനെ ആദ്യം തന്നെ മക്കൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും വിളിച്ച് എല്ലാവരും ഫുഡായപ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആയിട്ടോ, കാരണം ഇത്രയും ഹെവി ക്വാണ്ടിറ്റി അല്ലേ ഉണ്ടാക്കുന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് ശുഭേച്ചിയും എല്ലാവരും വന്നു. ഫുഡ് വൈകിട്ടത്തെ ചായക്കുള്ള പലഹാരങ്ങൾ ശുഭേച്ചി കൊണ്ടുവന്നു. പിന്നെ ബാലേട്ടനും കൂടി വന്നപ്പോഴത്തേ പിന്നെ കളറായി, ഓരോ ഒരുക്കങ്ങൾ തുടങ്ങി. തലേ ദിവസത്തെ തന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട സാധനങ്ങളൊക്കെ ഉറിയടിക്കാനുള്ളതും ഒക്കെ സെറ്റ് ചെയ്തു. പിന്നെ ആണുങ്ങളിലൊക്കെ എങ്ങനെ വെച്ചാൽ ഉത്സവപ്പറമ്പിൽ പോലെ നമ്മളെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ കുറേ കുരുത്താവലിയൊക്കെ കൊണ്ടുവന്നു. തൂക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്തു. പിന്നെ നമ്മളെ മക്കൾ സെറ്റ്, അവർ പിന്നെ ഡാൻസ് കലാപരിപാടികൾ അതവിടെ സൈഡിൽ വേറെ നടക്കുന്നുണ്ട്. ഷിബേട്ടനും വിജയശേട്ടനും സൈഡിലൊക്കെ കുരുത്തോലകൾ ഇങ്ങനെ തൂക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് രണ്ട് സൈഡിലും ഇതേപോലെ കുരുത്തോല തൂക്കിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കളർ ലൈറ്റ് പിടിപ്പിക്കും. അങ്ങനെ ഉള്ള പരിപാടികളാണ്. അങ്ങനെ സൈഡിലൊക്കെ ഉള്ളത് കെട്ടി റെഡിയാക്കുകയാണ് അവർ. അപ്പോൾ ഇതൊക്കെ ബാലേട്ടൻ്റെ തലേന്ന് വന്നൊരു ബുദ്ധിയാട്ടോ. കുറേ കുരുത്തോലയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് പോലെ ഒരു സംഭവം കൊണ്ടുവന്നു. പിന്നെ പൂക്കൾ ഇതേ മാലകൾ ഒരുക്കാൻ വേണ്ടിയിട്ട് മാല. ഫസ്റ്റ് ഇത് കണ്ടപ്പോൾ വിചാരിച്ചത് ശരിക്കും ഒറിജിനൽ പൂവാണെന്ന് കേട്ടോ, പക്ഷേ അത് പ്ലാസ്റ്റിക് ആയിരുന്നു, കവർ കൊണ്ട് ചെയ്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. അത് ഒന്നും ആവില്ലല്ലോ, നമുക്ക് കേട് വരില്ല. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ രണ്ട് സൈഡിലുമായിട്ടാണ് നമ്മൾ ഈ കുരുത്തോല വെച്ചത്. നേരെ വിജയശേട്ടൻ്റെ വീട്ടിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത്. ഇവിടെ മക്കളെ ഡാൻസ് പരിപാടികൾ, പിന്നെ ഇതേ ഉറിയടിക്കാൻ വേണ്ടിയിട്ടുള്ള കലവും കിട്ടിയില്ല. അങ്ങനെ പിന്നെ അച്ചാർ കുപ്പിയാണ്, അച്ചാർ കുപ്പി കഴുകി അതിൽ കുറച്ച് പൂവൊക്കെ നിറച്ച് അതവിടെ സെറ്റാക്കി. അപ്പോഴാണ് അമ്മ വിളിച്ച് പറഞ്ഞത്, സിജുമോനേട്ടൻ്റെ അമ്മയും അച്ഛനും ഉണ്ട് ഇവിടെ. അമ്മ വിളിച്ച് പറഞ്ഞ ആരുഷി ഡാൻസ് കളിക്കുന്നത് നോക്കുന്നു. അങ്ങനെ ആരുഷി ഡാൻസ് കളിക്കുന്ന അവൾ കണ്ടില്ല, എന്നെ ശ്രദ്ധിച്ചില്ല. അവൾ കളിക്കുന്നത് ഞാൻ അവളറിയാതെ വീഡിയോ എടുക്കുകയാണ്. അവൾ മക്കളെ ഡാൻസ് നോക്കിയിട്ടാണ് കളിക്കുന്നത്. അനു കമലും ഉണ്ടെങ്കിൽ പിന്നെ അവൾ എന്ത് കളിയും കളിക്കും. അവർ പഠിപ്പിച്ചു കൊടുത്താൽ എല്ലാ കളിയും ആരുഷി കളിക്കും. അവന്തിക്കാണെങ്കിലും കളിക്കും കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത ഞാൻ പറയുന്ന കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അവരെ കൂടെയാണെങ്കിൽ കളിച്ചോളും. അതിപ്പോൾ ഇനി റീൽസിലാണെങ്കിലും അവരെ കൂടെയാണെങ്കിലും റീൽസൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല. റീൽസിൽ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടും. അപ്പോൾ ഇവിടെ ഇതിന് വേണ്ടിയിട്ട്, പാട്ടിന് വേണ്ടിയിട്ട് വലിയ സ്പീക്കറൊക്കെ ബാലേട്ടൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അതൊക്കെ നേരത്തെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയും അച്ഛനൊക്കെ അവിടെ ഇരുന്നിട്ട് ഇവരെ ഡാൻസൊക്കെ കാണുക. സിജുമോനേട്ടൻ്റെ അമ്മയും അച്ഛനൊക്കെ അവരെ ഡാൻസ് കാണുകയാണ്. പിന്നെ നമ്മളെ പെണ്ണുങ്ങൾ സെറ്റൊക്കെ അല്ലേ, ചേച്ചിമാരൊക്കെ എല്ലാവരും കൂടെ അടുക്കളയിലാണ്. തലേ ദിവസം ഒരുക്കങ്ങൾ, നേരത്തെ വെക്കേണ്ട ഫുഡുകളൊക്കെ തലേന്ന് വെക്കേണ്ട ഫുഡുകളൊക്കെ തലേന്ന് ആക്കുകയാണ്. കുറച്ച് സംഭവങ്ങൾ പിന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുകയാണ് നാളത്തേക്ക് തിരുവോണത്തിൻ്റെ അന്ന് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. ദേ പ്രത്യേകിച്ച് ഇവിടെ വെള്ളരി പ്രകൃതിയായിട്ട് മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, തൊലി ചെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശുഭേച്ചി ഓരോ സാധനങ്ങൾ സെറ്റ് ചെയ്യുകയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് ഇവിടെ ഒരുക്കങ്ങളൊക്കെ, ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ വല്ല പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഇടയിൽ ജോലിയും ചെയ്യുന്നുണ്ട് കേട്ടോ, വീഡിയോ മാത്രമല്ല. അതുകൊണ്ട് മൊത്തത്തിലൊന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ടുള്ള വീഡിയോസാണ്. പിന്നെ ഒരു ഓർമ്മയല്ലേ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്ന് എടുത്ത് നോക്കണമെങ്കിൽ ഇതൊക്കെയായിരുന്നു, നല്ല രസമല്ലേ. അങ്ങനെ ഇതേ അവിടെ മുകളിലൊക്കെ സെറ്റായി, ലൈറ്റൊക്കെ റെഡിയാക്കി, വീടിൽ ലൈറ്റൊക്കെ ഇട്ടു. രണ്ട് സൈഡിലും ഇതേപോലെ കുരുത്തോലയൊക്കെ രണ്ട് സൈഡിലും മുഴുവനായിട്ട് വെച്ചു. പിന്നെ കളർ പേപ്പറൊക്കെ റെഡിയായി. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ കണ്ടില്ല എത്ര ചെരുപ്പാണ്, എത്ര ആൾക്കാരാണ്. പിന്നെയും ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി, എന്തായി പരിപാടി എന്ന് നോക്കാൻ വേണ്ടി. മക്കളൊക്കെ പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇവിടെ റെസ്റ്റിലാണ്. പിന്നെ അവരതായ കുറച്ച് കളികൾ. അപ്പം ഓലനുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇവിടെ അരിയുന്നുണ്ട്. പിന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ
ശുഭേച്ചീൻ്റെ വക അവിടെ കുറച്ച് പൈനാപ്പിളിൻ്റെ പച്ചടി ഉണ്ടാക്കിയിരുന്നു, പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈനാപ്പിളൊക്കെ മുറിച്ച് വെച്ചു, സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അവിടെ റെഡിയായി. പിന്നെ നമ്മളെ കലാപരിപാടികൾ തുടങ്ങി. കുട്ടികളെ കുറച്ച് കളികൾ നമ്മൾ തലേ ദിവസം തന്നെ കുറച്ച് കളികൾ നാരങ്ങ ലെമൺ ആൻഡ് സ്പൂൺ ചെയ്തു. പിന്നെ കുറച്ച് ഓട്ട മത്സരം അങ്ങനെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് ആരുഷിയും താരയും കൂടെ ലെമൺ ആൻഡ് സ്പൂൺ ചെയ്യാണ്. ലെമൺ ആൻഡ് സ്പൂൺ അവിടെയൊക്കെ റെഡിയായി. രണ്ട് സൈഡിലും നമ്മൾ അടുക്കളയിലെ പരിപാടിയൊക്കെ അവിടെ നിർത്തി വെച്ച് ഇനി കുറച്ച് കലാപരിപാടികളാവാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തിറങ്ങി എല്ലാവരും കേട്ടോ. അങ്ങനെ ആരുഷിയും താരയും കൂടെ അതേ പോകുന്നു. ആരുഷി വിചാരിച്ച പോലെ ഒന്നല്ല കേട്ടോ, പുലിയാണ്, ആൾ കാണുന്ന പോലെ ഒന്നല്ല. താരയുടേത് വീണുപോയി. ആരുഷി പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതേ പോകുന്ന കണ്ടില്ലേ, ഒരു പ്രശ്നമില്ല. അവളെ വായിൽ സ്പൂൺ എന്തോ പശയെ ഒട്ടിച്ച് വെച്ച പോലെയാണ് നാരങ്ങ നിൽക്കുന്നത്, ഒരു കുഴപ്പമില്ല. അങ്ങനെ നടന്നു, അവൾ ഫസ്റ്റായി. പിന്നെ വലിയ കുട്ടികളെ ഓട്ട മത്സരം, അപ്പം അതും കഴിഞ്ഞു. ഏകദേശം അതൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത മക്കളെ ഓട്ട മത്സരം അതേപോലെ കുറച്ചായിട്ട് അടുത്ത അത്രയും സ്ഥലമേ ഉള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് നീയും കമലും കൂടെ ഓട്ടം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരെ പിന്നെ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. ബാക്കി കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇനിയും തകൃതിയായിട്ട് നമ്മളെ സാമ്പാറിനുള്ള തേങ്ങ വറുത്ത് ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ പിന്നെ വലിയ പണിയില്ലല്ലോ. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഇവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് പേര് ഉള്ളി തൊലി പൊളിക്കുന്നു, കുറച്ച് ചിക്കൻ കറി അവിടെ ഉണ്ടാക്കുന്ന ഒരാൾ, പിന്നെ പുളി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സിജുമോനേട്ടനും ഏട്ടനും കൂടെ വറുത്തപ്പേര് ശർക്കര പേര് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് പറഞ്ഞു വെച്ച് അങ്ങനെ വാഴക്കൊല ബാലേട്ടൻ കൊണ്ടുവന്നപ്പോൾ അതേ അവരവിടെ ആ പരിപാടി. പക്ഷേ സംഭവം സൂപ്പർ സക്സസ് ആയിട്ടോ, അടിപൊളിയായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി രാത്രിത്തെ പരിപാടി ഏകദേശം തീർന്നു. പിന്നെ രാവിലെ ആയപ്പോൾ എന്തൊരു ശാന്തതയാണ്. രാവിലെ ഇതെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി. അങ്ങനെ എണീറ്റേം പാടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോയിൽ പിടിച്ചു. രാവിലത്തെ വ്യൂ ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ. പിന്നെ മക്കളൊക്കെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ അടുത്ത പൂവിടൽ ചടങ്ങിലേക്കാണ്. അപ്പോൾ ബാലേട്ടൻ വരുമ്പോൾ കുറേ പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മക്കളൊക്കെ കുളിച്ച് പട്ടുപാവാടിയൊക്കെ എടുത്ത് എൻ്റെ മക്കൾ പിന്നെ കുളിച്ചപ്പോൾ തന്നെ പട്ടുപാവാട ഇടാൻ തുടങ്ങി കേട്ടോ. ബാക്കി എല്ലാവരും പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഇടാമെന്ന് പറഞ്ഞത്. അങ്ങനെ സിജുമോനേട്ടൻ്റെ വീട്ടിലെ പൂവിടൽ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ കൂടെ നമ്മളെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ സിജുമോനേട്ടൻ്റെ വീട്ടിലെ പൂവിട്ടത് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. അപ്പം അതിൻ്റെ മുമ്പായിട്ട് വെളിച്ചത്ത് നമ്മളെ മാവേലിനെ ഒന്ന് കാണാം. ഓണാശംസകൾ എന്നും പറഞ്ഞിട്ട് സെറ്റ് ചെയ്തത് നല്ല രസമുണ്ടല്ലേ കാണാൻ. അങ്ങനെ പിന്നെ സിജുമോനേട്ടൻ്റെ വീട്ടിലെ പൂവിട്ടത് ഇതൊക്കെ ബാലേട്ടനാണ് മുൻകൈ എടുത്തിട്ട് പരിപാടി പൂവിടൽ ചടങ്ങിലേക്ക് പൂവിടുന്ന പരിപാടിയൊക്കെ ബാലേട്ടൻ ഏകദേശം പറഞ്ഞു കൊടുത്ത് അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. പൂവിട്ട കോലമാണ് കാണുന്നത്. അരിയാൻ മക്കളൊക്കെ തലേന്നേ കുറച്ച് അരിഞ്ഞു വെച്ചു. ബാക്കി രാവിലെ നേരത്തെ എണീറ്റിട്ട് പൂവൊക്കെ അരിഞ്ഞ് റെഡിയാക്കി. ശിവേട്ടനും ബാലേട്ടനും എങ്ങനെ വിടണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ നിന്നിട്ട്. ഈ 3 വീട്ടിലേക്കുള്ള പൂവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. രാവിലെയല്ല, തലേ ദിവസത്തെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ വൃത്തിയാക്കി ഒക്കെ വേർതിരിച്ച് വെച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അടുക്കളയിലാണ് ഞങ്ങളെ പരിപാടികൾ. അപ്പോൾ രാവിലെ പിന്നെ കുറച്ച് സാമ്പാർ അങ്ങനത്തെ കുറേ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണമല്ലോ. തലേന്ന് ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചു. രാവിലത്തത് അതേപോലെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പം എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളെല്ലാവരും കൂടെ അതിലും ഉണ്ടാക്കുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഓർമ്മ വരുമ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. പുറത്തായ ചോറ് വെക്കുകയാണ്. പിന്നെ ചോറായി, നമ്മൾ ചോറ് ഊറ്റി. അതൊക്കെ ആണുങ്ങളാട്ടോ ചോറ് ഊറ്റുന്നത്. വെന്ത് കഴിഞ്ഞാൽ അവരെ വിളിക്കും ബാക്കി ചെയ്യാം. പിന്നെ അപ്പുറത്ത് സിജുമോനേട്ടൻ്റെ വീട്ടിൽ അവിയൽ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് സിജുമോനേട്ടൻ. സദ്യക്ക് വിളമ്പാനുള്ള പഴക്കൊല അവിടെ തൂക്കി, വിജയശേട്ടൻ തൂക്കിയാണ് അത് അത്രയും മുകളിൽ കിടക്കുന്നത്. അവിയൽ അടിപൊളിയാണ്. സിജുമോനേട്ടനെ ഏൽപ്പിച്ചു അവിയലിൻ്റെ കാര്യം. അവിയൽ ഞങ്ങൾ തൊടുകയില്ല, അരിയുന്നതടക്കം തൊട്ടിട്ടുണ്ടാക്കുന്നത് മൊത്തം സിജുമോനേട്ടനാണ്. അഥവാ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ഞങ്ങൾ പറയല്ലോ, അതുകൊണ്ട് അവിയൽ മൊത്തം സിജുമോനേട്ടൻ. പക്ഷെ അടിപൊളിയാട്ടോ സിജുമോനേട്ടൻ ഉണ്ടാക്കുന്ന അവിയൽ. അതുകൊണ്ട് ഞങ്ങളത് കൈയടക്കൂല അതിൻ്റെ കാര്യത്തിൽ. സിജുമോനേട്ടൻ തന്നെ ആണ് എല്ലാ പരിപാടിയിലും അവിയലുണ്ടാക്കുക. കാരണം അത്രയും ടേസ്റ്റാണ്, നല്ല രസമാണ്. അപ്പോൾ അവിടെ അവിയലിവിടെ ഉണ്ടാക്കി. പിന്നെ അവിടെ വീട്ടിൽ പൂവിട്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. മക്കളൊക്കെ പൂവൊക്കെ ഇടൽ കഴിഞ്ഞ് പിന്നെ കുറച്ച് റെസ്റ്റിലാണ് അവരിവിടെ വിശ്രമിക്കുക. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇതാണ് അവിടെ പൂവിട്ടത്. നല്ല രസത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ സദ്യയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞൊക്കെ അവിടെ റെഡിയാക്കി മൂടി വെച്ച് നമ്മൾ ഫോട്ടോ സെക്ഷനിലേക്ക് പോവാണ്. നേരെ നമ്മളെ വിജയശേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡിയായി ഇവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഉടുത്ത്
ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഓണമാകുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ, സെറ്റ് സാരിയും പാവാടിയും ബ്ലൗസും അങ്ങനെയല്ലേ വേണ്ടത്. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്ന നേരത്ത് നമ്മൾ എന്തായാലും ഒക്കെ വീട്ടിലെ കോസ്റ്റ്യൂം മാത്രം ഇട്ട്, പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും സെറ്റ് സാരിയൊക്കെ ഇട്ട് റെഡി ആയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കണം. ഇതൊക്കെയല്ലേ ഒരു എൻജോയ്മെൻറ്റ് എല്ലാവരും. പിന്നെ കാണുമ്പോൾ ഒരു രസമല്ല എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത്, ഒരു മെമ്മറി നമുക്ക് പിന്നെ നോക്കുമ്പോൾ ഒരു രസമാണ്. ഒക്കെ ഓർമ്മകളായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സിജുമോൻ്റെ അച്ഛനും അമ്മേനെയും ആദ്യം പിടിച്ചിരുത്തി കൈ തൊള്ളിടാൻ പറഞ്ഞതാണ്, പക്ഷേ ഇടുന്നില്ല. അയ്യ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് നാണം അവർക്ക്. അവരെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ മക്കളെയൊക്കെ പ്രായമുള്ളതായിട്ട് ഇപ്പോൾ അവരല്ലേ ഉള്ളത്, അപ്പോൾ അവരെ കൂടെ കൊച്ചുമക്കളെയൊക്കെ നിർത്തി അവരെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ തോമസ് ഏട്ടനും ഫാമിലിയാണ്, തോമസ് ഏട്ടനും ലിനിയേച്ചും അവരെ ഫോട്ടോ എടുത്തു. അപ്പോൾ അവരെ മക്കളെ ഫോട്ടോ വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവരെ ഫോട്ടോ ഇവിടെ ഫോട്ടോഗ്രാഫറെ കൊണ്ട് അടിയാണ്. മതിലിൻ്റെ മുകളിൽ കയറിയിട്ട് ഏണീൻ്റെ മുകളിൽ കയറിയിട്ട് അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ചുറ്റും. ഇത് അയാൻ്റെ വക വേറെ, അയാനെ ഞാനൊന്ന് എടുത്തതാണ്. അവൻ മുണ്ട് കൊടുത്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവിടെ ഫോട്ടോ ബാലേട്ടൻ്റെ ക്യാമറ പിടിച്ചിരിക്കും, കാരണം ബാലേട്ടൻ്റെ ഫാമിലിയാണ്, ബാലേട്ടനും പ്രവീതേച്ചിയും ആകാശും. ഒരാളും കൂടെ ഉണ്ട്, അയാൾ വന്നിട്ടില്ല, അക്കിടും. പിന്നെ ദേ ശുഭേച്ചിയും ശുഭേട്ടനും മക്കളും, സിജുമോനേട്ടനും മഞ്ചേച്ചിയും മക്കളും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ സിജുമോനേട്ടൻ്റെ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ടൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ റെഡിയായി. പിന്നെ ഞാനും ഏട്ടനും ഞങ്ങളത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ മക്കളെയും കൂട്ടിയിട്ട് എല്ലാവരും പിടിച്ച് നിർത്തി. ഓ അവന്തി ആരുഷ്യം ചിരിക്കുന്നുണ്ടാ. പിന്നെ മക്കൾ മാത്രമായിട്ട് ഒരു ഫോട്ടോ എല്ലാവരെയും പിടിച്ച് നിർത്തി ഒരു ഫോട്ടോയും കൂടെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ വിശന്ന് കുടൽ കത്താൻ തുടങ്ങി. പിന്നെ ആർക്കും ക്ഷമയില്ല. പിന്നെ ബാക്കി ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഓടി. എല്ലാവരും നിലത്തിരുത്തി പായ വിരിച്ച് ഇലയൊക്കെ ഇട്ട് മക്കൾക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ജഗപൊക തിരക്കുകളാണ് ഇവിടെ നടക്കുന്നത്. ഓരോരുത്തരും ഓരോ ചെറിയ പാത്രത്തിലേക്ക്. അപ്പം പ്രത്യേകിച്ച് പായസത്തിൻ്റെ പണിയാണ്. അപ്പം അത് റെഡിയായി, ഏകദേശം റെഡി ആയിട്ടുണ്ട്. സദ്യ വിളമ്പി കഴിഞ്ഞ് ലാസ്റ്റിലേക്കല്ല, പായസമൊക്കെ മധുരം നോക്കുകയാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് ഓരോന്നോരോ അച്ഛനും അമ്മേനെയും ഡൈനിങ് ടേബിളിന് മുകളിൽ എത്തി. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ വിഭവങ്ങൾ ഓരോന്നോരോന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഉപ്പ് വിളമ്പി, പിന്നെ അങ്ങോട്ട് തുടങ്ങിയില്ല വിളമ്പൽ മൊത്തം. അങ്ങനെ അവരെല്ലാവരും കൂടെ അങ്ങോട്ട് വിളമ്പാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് അവർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പഴം, പുളി, പച്ചടി, പിന്നെ അച്ചാർ 2 വിധം അച്ചാറുണ്ട്. നാരങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു. അത് സിജിമോനേട്ടൻ്റെ അമ്മയാണ് ഉണ്ടാക്കി. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. തലേ ദിവസം ഉണ്ടാക്കിയതാണ്. ഈ നമ്മളെ വറുത്തപ്പേരി, ശർക്കരപ്പേരി കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സമയമുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, കാരണം ക്രിസ്പി ആവാൻ കുറച്ച് ടൈം വേണം അത്. അപ്പം ഇതാ നമ്മളെ മാങ്ങ അച്ചാർ. പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് ഉപ്പേരി, ക്യാബേജിൻ്റെ ഉപ്പേരിയാണ്. അപ്പം അത് വിളമ്പി. ഇപ്രാവശ്യത്തെ ഓണത്തിന് 22 വിഭവങ്ങളോട് കൂടിയിട്ടുള്ള ഓണസദ്യയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നല്ലോണം കഴിക്കാനും ഫുൾ വേഗം വയറൊക്കെ നിറഞ്ഞു. ഇനി ഇതേ അടുത്ത ബീട്രൂട്ട് പച്ചടി, പിന്നെ ഓലൻ അതും വിളമ്പി. പിന്നെ ഈ അവിയൽ, ഇത് ഓരോന്ന് പിന്നെ ചിലപ്പോൾ മറന്നു. പിന്നെ ചോറൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് അയ്യോ അത് വിളമ്പിയില്ലല്ലോ എന്ന് ഒക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ വിളമ്പാൻ പോയപ്പോഴേ എന്തൊക്കെയാണ് വിളമ്പിയെന്ന് മറന്നുപോയി. പിന്നെ അവിയൽ വിളമ്പി കഴിഞ്ഞാൽ പിന്നെ പരിപ്പും നെയ്യും, നമ്മളവിടെ പരിപ്പും നെയ്യും ചോറിൻ്റെ മുകളിലാണ് വിളമ്പ്. അച്ഛനും പറഞ്ഞു ആദ്യം പരിപ്പും നെയ്യും വിളമ്പിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് എന്നിട്ട് ചോറ് കഴിക്കുക. ഇവിടെ ഈ തിരുവനന്തപുരം സ്റ്റൈലിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ ഒരു രീതിയാണ്. നമ്മൾ അവിടേക്ക് കോഴിക്കോടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചോറൊക്കെ വിളമ്പി സാമ്പാറൊക്കെ വിളമ്പി അങ്ങനെ എല്ലാം ഒരുമിച്ചപ്പോൾ വിളമ്പും. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഓരോ 3 പ്രാവശ്യമായിട്ടാണ്. ചോറ് കുറച്ച് വിളമ്പിയിട്ട് ആദ്യം പരിപ്പും നെയ്യും കൂട്ടി കഴിക്കുക. പരിപ്പ് കറിയാണ് ചിലപ്പോൾ ഉണ്ടാവുക, പരിപ്പും നെയ്യും കൂട്ടിയിട്ട് അത് കഴിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കൊണ്ടുവരും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സാമ്പാർ ഒഴിക്കും. എന്നിട്ട് സാമ്പാർ കഴിച്ച് ചോറും കൂട്ടി കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് ചോറ് കൊണ്ടുവരും. അങ്ങനെ ഓരോന്നായിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ പപ്പടമൊക്കെ വിളമ്പി, ചോറ് വിളമ്പി. അപ്പോഴാണ് കൂട്ടുകറി വിളമ്പിയിട്ടില്ലല്ലോ ഒന്നും ഓർത്തത്, മറന്നുപോയി. അങ്ങനെ പിന്നെ കൂട്ടുകറി അവിടെ വിളമ്പി. പിന്നെ മക്കളെ വീഡിയോ എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ബഹളമൊക്കെ കഴിഞ്ഞു വിളമ്പിൽ നിന്ന്. ഞാൻ മക്കളെ വീഡിയോ എടുക്കാൻ വെച്ചിട്ട് അപ്പോൾ ആദ്യം പെൺകുട്ടികളൊക്കെ അതെ ചെറിയ മക്കളൊക്കെ അവിടെ, പിന്നെ കുറച്ച് 2 വലിയ കുട്ടികൾ, പിന്നെ താരയും ധ്രുവും. അങ്ങനെ ഓരോരുത്തരായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു.
ഇങ്ങനെ ചോറ് ഏകദേശം അങ്ങനെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കൾ. അപ്പോഴാണ് അടുത്ത സംഭവം നമ്മൾ സാമ്പാർ വിളമ്പുന്നത്. അങ്ങനെ സാമ്പാർ ഒഴിച്ചു. സാമ്പാറും അതേപോലെ വറുത്തരച്ചിട്ട്, ഇവിടേക്ക് വറുത്തരയ്ക്കാറില്ല, നമ്മളവിടോട്ടല്ലേ വറുത്തരച്ചിട്ടുള്ള സാമ്പാർ. അപ്പം വറുത്തൊക്കെ അരച്ച് സാമ്പാർ. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കി, അപ്പോൾ അതിൻ്റെ കൂടെ സാമ്പാർ വേണം, അങ്ങനെ നീട്ടി അങ്ങോട്ട് സാമ്പാർ വെച്ചു. ഇത് പൈനാപ്പിളിൻ്റെ പുളിശ്ശേരി. ഇത് സിജിമോനേട്ടൻ്റെ അമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. അതും നല്ല രസമുണ്ടായിരുന്നു. ഇനി രസം കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഇലയിൽ നമ്മൾക്ക് പായസം കുളിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് അടിപൊളിയല്ലേ. ആ ഒരു ചോറിൻ്റെ കറി ഒക്കെയുള്ള ആ ഒരു ഇലയിലേക്കാണ് ആ പായസം ഒഴിച്ചിട്ട് കഴിക്കേണ്ടത്. അപ്പം ഞങ്ങൾക്ക് അപ്പോഴേക്കും വിശന്ന് കുടൽ കത്താൻ തുടങ്ങി. മക്കൾ കഴിച്ച് കഴിയണ്ടേ, അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ് ഭക്ഷണം കഴിക്കാൻ. പുറത്തും എല്ലാവരും മക്കളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കഴിക്കാൻ നേരത്തായപ്പോഴത്തെ അവർ കഴിക്കുമ്പോൾ പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ആർക്കും ഇരിക്കാനൊന്നും വഴിയാ താഴെ. ഇവിടെ ആകുമ്പോൾ നല്ല സുഖത്തിൽ കഴിക്കാമല്ലോ വിചാരിച്ച് അവർ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ. പിന്നെ ഞങ്ങൾ ഇതിലിനി 2-3 ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നാട്ടിലേക്ക് പോയി ഓണം ആഘോഷിക്കാൻ നാട്ടിൽ നിന്നാണ്. ഞങ്ങൾ പിന്നെ എന്തായാലും വിചാരിച്ചു ഇവിടെ ആദ്യത്തെ ഓണമല്ലേ, ഇവിടെ നിന്ന് തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കൾക്ക് ലീവില്ല, ഇവർക്ക് ഒരു 4-5 ദിവസം ലീവുള്ളൂ. അപ്പോൾ ആ ലീവ് ആയതുകൊണ്ട് നാട്ടിൽ പോയി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇനി വെക്കേഷന് 10 ദിവസം പൂട്ടും പൂജയ്ക്ക്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് പോകാമല്ലോ, കുറേ ദിവസം കിട്ടുമല്ലോ നാട്ടിൽ പോയാലും. പിന്നെ അടുത്ത മാസം തന്നെയല്ലേ പൂജ വരുന്നത്. അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഓണം എന്തായാലും ഇവിടെ തന്നെ കളറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പം ഞങ്ങളെ ഫോട്ടോ എടുക്കൽ, ഞങ്ങൾ മാത്രമായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും വിശന്നിട്ട് സൈഡായപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം കഴിക്കാൻ പോയി. പിന്നെ ഞങ്ങളെ ഫോട്ടോ എടുത്തു. അപ്പോഴാണ് ഹരിത വന്നിട്ടുണ്ടായിരുന്നില്ല. ഹരിത ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഊണ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഹരിതയും ജിയേഷേട്ടനും മക്കളും. പിന്നെ മക്കൾ വന്നപ്പോൾ ഇവർ പണ്ടത്തെ കഥകൾ, ഇവരൊക്കെ ഒരുമിച്ച് ക്വാർട്ടേഴ്സിൽ അടുത്തടുത്തല്ലേ, അപ്പോൾ പിന്നെ അവർ കഥ പറച്ചിലായി. നമ്മളൊക്കെ പറയുന്ന പോലെ തന്നെ അവർ കാര്യങ്ങൾ പറയാണ്. അങ്ങനെ അവരവരെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്കുട്ടനും തനും വന്നപ്പോൾ പിന്നെ അവർക്കും അവിടെ ഒറ്റപ്പെട്ട പോലെയാണ്. അവരും പുതിയ വീട് വെച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും കൂടെ ഒരു അടിപൊളി. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതിനെ സദ്യ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ക്ഷീണം കൊണ്ട് വയ്യോ, എല്ലാവരും ഓരോ സ്ഥലത്തും ബോധം കെട്ട് കിടക്കാൻ തുടങ്ങി. പിന്നെ ഒരു മത്തല്ലേ, നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാണ്. അപ്പോൾ അവരൊക്കെ അവിടെ വീട്ടിൽ കിടന്നു, ഞങ്ങൾ മഞ്ചേച്ചിൻ്റെ വീട്ടിൽ കിടന്നു, കുറച്ച് നേരം ഉറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്ക് പിന്നെ കലാപരിപാടികൾ ആരംഭിക്കുകയായി. പിന്നെ മക്കൾക്ക് പിന്നെ നല്ല രസമല്ലേ അഴക്കര. അപ്പോഴത്തെ അയ്യാനത് അവിടെ പായസം കൂടിയാണ് കേട്ടോ കുറച്ച്. എൻ്റെ മക്കൾ 2 പേരും ഉറങ്ങി. അപ്പോൾ ഇവർ ഇവിടെ കലാപരിപാടികൾ തുടങ്ങി. ഓരോരുത്തർക്ക് ഫസ്റ്റ് കിട്ടുന്ന സെക്കൻഡ് കിട്ടുന്നതിന് അതിനനുസരിച്ച് ഇവർ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓരോ പെൻസില്, എറേസർ, മിഠായി ഇതൊക്കെ കവർ ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കുകയാണ്. ഇതൊക്കെയല്ലേ ഒരു രസം. അവർക്ക് മത്സരത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ അതിൽ നിന്ന് പ്രൈസ് കിട്ടുമ്പോൾ ഒരു രസം, അവർക്ക് എല്ലാവർക്കും ഒരു രസം. പിന്നെ ഇഷ്ടമല്ലേ പിന്നെയും പങ്കെടുക്കാനും കളിക്കാനും. അങ്ങനെ ആ പരിപാടികളാണ് ഇനി തുടങ്ങുന്നത്. ആരുഷി അവന്തിക്ക് എണീറ്റുണ്ടായിരുന്നില്ല. പോയി വിളിച്ച് എണീപ്പിച്ചപ്പോൾ വരാനൊരു ഇഷ്ടമില്ലാതെ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇവരെ കളി കണ്ടപ്പോൾ ജനവാതിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക 2 പേരും കൂടെ. അവിടെ ആ 2 ജനവാതിലിൻ്റെ മുകളിൽ പിടിച്ചിട്ട് നോക്കി, ഇവരെ കളി നോക്കി. പിന്നെ അവർ വരാൻ തുടങ്ങി കേട്ടോ. കളിയൊക്കെ ഒരു ഉഷാറായപ്പോൾ അവർ പിന്നെ വന്ന് കളി തുടങ്ങി. ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് ഉണ്ണിക്കുട്ടൻ, രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് ധ്രുവ്, മൂന്നാം സമ്മാനം നേടിയിരിക്കുന്നത് താര. ആരുഷ്യം നിങ്ങൾ സമ്മാനം വാങ്ങാനായിട്ട് ഓടി വരേണ്ടതാണ്. ഒന്നാം സമ്മാനം അയാൻ, രണ്ടാം സമ്മാനം നിയ, മൂന്നാം സമ്മാനം
അനു. അനു. അത് കൊടുക്കും. ചെറിയ കുട്ടികളെ വെള്ളം നിറയ്ക്കുന്നതായിരുന്നു കാണാൻ രസമുണ്ടായിരുന്നത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി മുട്ടിയിട്ട് വെള്ളം മൊത്തം താഴെ പോവുക. അങ്ങനെ എന്തായാലും ആരുഷി ഫസ്റ്റ് ആരുഷിൻ്റെ മുഖം കണ്ടോ സന്തോഷം കൊണ്ട്. അടിപൊളിയായിരുന്നു. ഉണ്ണിക്കുട്ടനാണെങ്കിലും നല്ല രസം. ഓടിപ്പോയിട്ട് മെല്ലെ പോയിട്ട് വെള്ളം നിറയ്ക്കുക, തിരിച്ചു പോകുന്നത് മെല്ലെ പോവുക. വെള്ളം താഴെ പോകരുതല്ലോ. അതിൽ തനു സെക്കൻഡായി, ഉണ്ണിക്കുട്ടൻ ലാസ്റ്റ്. പെൻസിൽ മതി. അത് കൊടുക്കും, മിഠായി കൊടുക്കാം അങ്ങോട്ട്. കടിക്കേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബാലേട്ടനും പ്രവചിച്ചൊക്കെ തിരിച്ചു പോവുകയാണ് വീട്ടിലേക്ക്. പിന്നെ പിറ്റേന്ന് നാളെ എന്തായാലും ലീവാണ്, അവിട്ടത്തിൻ്റെ അന്ന് ലീവാണ് ഇവർക്ക് ഓഫീസിന്. അപ്പം പിന്നെ വിചാരിച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നല്ല ലേറ്റായിട്ടാണ് എല്ലാം കഴിഞ്ഞത്. പിന്നെ അവർ ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഇവിടെ
കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവിടെ ഏട്ടനും മക്കളും കൂടെ ഓടിക്കളി, കട്ടുകൊത്തിക്കളി ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ അവരെ യാത്ര അയച്ചു. പിന്നെ മക്കൾ പിന്നെയും അതേപോലെ കണ്ണുപൊത്തിക്കളി. അവരെ കളി നിൽക്കുന്നില്ല, നാളെ ലീവായതുകൊണ്ട് പിന്നെ അവർ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഉറക്കമൊന്നുമില്ല ആർക്കും. അവരുടെ അരുഷിൻ്റെ അവന്തികേൻ്റെ ഉറക്കമൊക്കെ ഏകദേശം തീർന്നതാണ്, കുറേ നേരം ഉറങ്ങിയിട്ട്. പിന്നെ ഇവർ കളിക്കുന്ന കണ്ടപ്പോൾ നല്ല രസം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾക്കൊന്നും ഫുഡ് വേണ്ടായിരുന്നു, ചോറൊക്കെ ഉച്ചയ്ക്ക് കഴിച്ചത് തന്നെ വയറ് ഫുള്ളായിട്ടിരിക്കുന്നത്. പിന്നെ ഓണമല്ലേ, ഞങ്ങൾ പിന്നെ ബാക്കി 3 വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചു. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു. പിറ്റേന്ന് അവിട്ടത്തിൻ്റെ അന്ന് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വൃത്തിയാക്കുന്ന പരിപാടിയായിരുന്നു എല്ലാവർക്കും. അപ്പുറത്തെ പറമ്പാണത്. അപ്പോൾ അവിടെ ഇലയൊക്കെ ഒന്ന് ഉണക്കായിട്ട് പിന്നെ അതൊക്കെ കത്തിക്കണമല്ലോ. അങ്ങനെ തലേ ദിവസത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞു. ഞങ്ങളെ 2024 ഓണം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഞങ്ങളെ ഓണത്തിൻ്റെ പരിപാടികൾ. എല്ലാവർക്കും ബൈ.